മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, ഇനി നമ്മൾ എടുക്കുന്ന സെക്ഷൻ ക്വാഡ്രിലാറ്ററൽ ആൻഡ് ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ആയിട്ട് വരുന്ന കുറേ ട്രയാങ്കിൾസ് ഫോം ചെയ്യാനാണ് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചത് അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്? ഒരു ട്രയാങ്കിൾ എ ബി സി, ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ആയിട്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കണം. നമ്മൾ എന്ത് ചെയ്തു? എ ബി എന്ന് പറയുന്ന സൈഡിന്, അതായത് ഈ സൈഡിന് പാരലൽ ആയിട്ട് സിയിലൂടെ ഒരു പാരലൽ ലൈൻ വരച്ചു. എ ബിക്ക് പാരലൽ ആയിട്ട് തേർഡ് വെർട്ടെക്സിലൂടെ നമ്മൾ എന്ത് ചെയ്തു? പാരലൽ ലൈൻ വരച്ചു. എന്നിട്ട് ഈ പാരലൽ ലൈനിൽ ഒരു പോയിന്റ് പി മാർക്ക് ചെയ്തു. ഈ പോയിന്റിൽ നിന്നും എയിലേക്ക് ജോയിൻ ചെയ്തു, ഈ പിയിൽ നിന്നും ബിയിലേക്ക് ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്തു. അപ്പൊ ഈ കിട്ടുന്ന ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈക്വൽ ഏരിയ ആണ് നമ്മൾ പഠിച്ചു. അതുപോലെ ഇനി ഈ ഇവിടെ ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നിന്നും എയിലേക്കും ഈ പോയിന്റിൽ നിന്ന് ബിയിലേക്കും വരച്ചാൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയയും എന്റെ ഏരിയയും ഈക്വൽ ആണ്. അങ്ങനെ ഇതിൽ ഏത് പോയിന്റ് മാർക്ക് ചെയ്താലും നമുക്ക് ഈക്വൽ ആയിട്ടുള്ള എ ബി സിക്ക് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് കിട്ടുന്നത്. അത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കുന്നത് ഒരു ക്വാഡ്രിലാറ്ററലിന് ഈക്വൽ ഏരിയ ആയിട്ടുള്ള ട്രയാങ്കിൾ ഫോം ചെയ്യണം. ഇപ്പൊ ഞാൻ ഒരു ക്വാഡ്രിലാറ്ററൽ എടുക്കുകയാണ്. എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ, എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ എടുത്തു. എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് ബി ഡി ബേസ് ആയിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ എ സി ബേസ് ആയിട്ട് വരയ്ക്കാം. ഇപ്പൊ ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? ബി ഡി ബേസ് ആയിട്ട് വരച്ചു. ബി ഡി ബേസ് ആയിട്ട് ഈ കണ്ടോ ബി ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിളിന്റെ തേർഡ് വെർട്ടെക്സ് ആണ് ഇത്. ബി ഡിക്ക് പാരലൽ ആയിട്ട് ഈ വെർട്ടെക്സിലൂടെ ഞാൻ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഒരു ലൈൻ വരച്ചു. ഈ എ ബി എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ലൈനിൽ മീറ്റ് ചെയ്യിച്ചിട്ട് ഇവിടെ ഇ എന്ന് നെയിം ചെയ്തു. അപ്പൊ ഇതും എന്താണ്? പാരലൽ ലൈൻസ് ആണ് അല്ലെ? ഇതും പാരലൽ ലൈനാണ്. ഈ ട്രയാങ്കിളുടെ തേർഡ് വെർട്ടെക്സിലൂടെ ബി ഡിക്ക് പാരലൽ ആയിട്ടാണ് നമ്മൾ ഇത് വരച്ചിരിക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഡിയിൽ നിന്ന് ഇയിലേക്ക് ഞാൻ ജോയിൻ ചെയ്യാണ്, ഒരു ലൈൻ ജോയിൻ ചെയ്തു. അപ്പൊ ഇവിടെ കിട്ടിയ ഡി ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും ഡി ബി ഇ എന്ന് പറയുന്ന ട്രയാങ്കിളും ഈക്വൽ ഏരിയ ആണ്. ഈ ട്രയാങ്കിളും ഈക്വൽ ഏരിയ ആണ്. ഇതിൽ ഇവിടെ ഞാൻ ക്യൂ എന്ന് പോയിന്റ് കൊടുത്താൽ ഡി ക്യൂ സി എന്ന് പറയുന്ന ട്രയാങ്കിളിന് ഈക്വൽ ആണ് ബി ക്യൂ ഇ എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ. കാരണം എന്തുകൊണ്ടാ? ഈ ഫുൾ വലി ഡി ബി ഇ എന്ന് പറയുന്ന ട്രയാങ്കിളും ഡി ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഒരു ഈക്വൽ ആയിട്ടുള്ള ഏരിയ ആണ് ഇത് ഡി ബി ക്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പീസും എന്തായിരിക്കും? ഈക്വൽ ഏരിയ ആയിരിക്കും. ഈ ഭാഗവും ഈക്വൽ ആണ്. അപ്പൊ ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഈ ഭാഗം നമ്മൾ ഇവിടുന്ന് മാറ്റി ഈ ട്രയാങ്കിളിന്റെ ഈ ഭാഗം ഇവിടേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നോക്കി എ ഇ ഡി എന്ന് പറയുന്ന. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ ഡി എന്ന് പറയുന്ന ഏരിയ കിട്ടും. എ ഇ ഡി അത് എന്തിന് ഈക്വൽ ആണ്? ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിക്ക് ഈക്വൽ ആണ് ഈ ട്രയാങ്കിളുടെ ഏരിയ. നമുക്ക് മനസ്സിലായി ഇത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് അല്ലെ? ഇനി നമുക്ക് ഇതിന് പകരം ഇവിടെ ഈ ട്രയാങ്കിളിന് പകരം ഇതേ സെയിം ഫിഗർ തന്നെ എനിക്ക് എന്ത് ചെയ്യാം? അതായത് എ ബി എടുത്തു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? എ ബി സി ഡി എടുത്തു. ഇത് തന്നെ ഞാൻ ഇതിന് പാരലൽ ആയിട്ട് വരയ്ക്കാം. അപ്പൊ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ, ഇവിടെ എ സി എന്ന് പറയുന്ന കണ്ടോ ബേസിന് പാരലൽ ആയിട്ട് ഞാൻ അവിടെ വീണ്ടും വരച്ചു. അപ്പൊ ഈ ഡയറക്ഷനിലേക്ക് വരച്ചാൽ ഇവിടെ മീറ്റ് ചെയ്യാം. ഇവിടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിന് ഞാൻ ഇന്ന് നെയിം ചെയ്തു. അപ്പൊ ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആയിട്ട് വേറൊരു ട്രയാങ്കിൾ നമുക്ക് ഇവിടെ കിട്ടി കണ്ടോ? അപ്പൊ ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഈ ഭാഗം ഇവിടുന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ഈ ഭാഗം ഇവിടേക്ക് ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിൾ കണ്ടില്ലേ? അപ്പൊ ഏത് ട്രയാങ്കിൾ? ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിക്ക് ഈക്വൽ ആണ്
ട്രയാങ്കിൾ EBC എന്ന് പറയുന്ന ട്രയാങ്കിൾ കേട്ടോ. ഈ ട്രയാങ്കിൾ ആണ് ഈ കോഡ്. കാരണം ഈ പീസ് കോഡിലാറ്ററിന്റെ ഈ പീസ് മാറ്റി. അപ്പൊ ഏത് ഡയഗണൽ വെച്ച് വേണമെങ്കിലും വരയ്ക്കാം. അപ്പൊ ഇതിന്റെ സെയിം ഏരിയ ആണ് AED. ഈ കോഡിലാറ്ററിന്റെ സെയിം ഏരിയ ആണ് AEBC. ഇതിന്റെ പ്രത്യേകത ഡയഗണൽ AC ആണ് എടുത്ത് ബേസ് ആയിട്ട് വരച്ചത്. ഇത് ഡയഗണൽ BD ആണ് ബേസ് ആയിട്ട് എടുത്ത് വരച്ചത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ പ്രാക്ടീസ് പ്രോബ്ലം പേജ് നമ്പർ 15ലേക്ക് നോക്കാം. Draw two quadrilaterals shown below in your notebook. Draw triangles of the same area and calculate the areas. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നമുക്ക് രണ്ട് റഫ് ആയിട്ടുള്ള ഫിഗേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഈ റഫ് ആയിട്ടുള്ള ഫിഗേഴ്സിനെ ശരിക്കും നമുക്ക് ഫെയർ ആയിട്ട് ഫിഗർ വരയ്ക്കാം. എന്നിട്ട് ആ കോഡിലാറ്ററലിന് ഈക്വൽ ഏരിയ ആയിട്ടുള്ള ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് കോഡിലാറ്ററൽ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് എങ്ങനെയാണ് കോഡിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഇതാണ്, ഞാൻ ഇതിനെ ABCD എന്ന് ഈ റഫ് ഫിഗറിന് നെയിം ചെയ്തു. അപ്പൊ ആദ്യം 5 സെന്റിമീറ്റർ എടുത്തു. ഇവിടെ AB 5 സെന്റിമീറ്റർ എടുത്തു. എയിൽ നിന്ന് 80 ഡിഗ്രി ഞാൻ മാർക്ക് ചെയ്തു. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 80 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്തു, കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു. അപ്പൊ ഈ പോയിന്റിന് D എന്ന് നെയിം ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് 120 ഡിഗ്രി പ്രൊട്രാക്ടർ എടുത്ത് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഇതിലേക്ക് 4 സെന്റിമീറ്റർ എടുത്തു. ഇവരെ രണ്ടുപേരെയും കൂടി ജോയിൻ ചെയ്തു. അപ്പൊ ABCD എന്ന് പറയുന്ന ഒരു കോഡിലാറ്ററൽ എനിക്ക് കിട്ടി. ഇനി നമുക്ക് ഈ കോഡിലാറ്ററലിന് ഈക്വൽ ഏരിയ ആയിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യണം. ഞാൻ ഈ ഡയഗണൽ BD ജോയിൻ ചെയ്തു. BDC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ഇതാണ് ആ ട്രയാങ്കിളിന്റെ ബേസ്, ഇതാണ് ആ ട്രയാങ്കിളിന്റെ തേർഡ് വെർട്ടെക്സ്. അപ്പൊ ഈ ബേസിന് പാരലൽ ആയിട്ട് തേർഡ് വെർട്ടെക്സിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പാരലൽ ലൈൻ വരച്ചു. ഓക്കെ, ആ പാരലൽ ലൈൻ ഇതിനെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു. അപ്പൊ E എന്ന് നെയിം ചെയ്തു. അപ്പൊ ഈ DBC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ആയിട്ടുള്ള മറ്റൊരു ട്രയാങ്കിൾ ഞാൻ ഫോം ചെയ്യാൻ പോവാതാണ്. ട്രയാങ്കിൾ ഫോം ചെയ്തു. അതായത് BDE എന്ന് പറയുന്ന ട്രയാങ്കിൾ. BDE എന്ന് പറയുന്ന ട്രയാങ്കിളിന് ഈക്വൽ ആണ് BDC. ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഈക്വൽ പീസ് ആണ് ഈ കാണുന്നത്, സെയിം പീസ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ഈ രണ്ട് പീസുകളും എന്താണ്, സെയിം ആണ്. കോഡിലാറ്ററിൽ നിന്നും ഈ ഭാഗം, അതായത് DQC എന്ന് പറയുന്ന ഭാഗം എടുത്തു മാറ്റി BQE എന്ന് പറയുന്ന ഭാഗം ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് AED എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ABCD എന്ന് പറയുന്ന കോഡിലാറ്ററലിന്റെ ഏരിയയ്ക്ക് തുല്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഏരിയ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്കെയിൽ ഉപയോഗിച്ച് ഈ ഫുൾ ലെങ്ത് മെഷർ ചെയ്യുക, ഇതിന്റെ ഹൈറ്റ് മെഷർ ചെയ്യുക. അപ്പൊ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് കിട്ടി. ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ ആയി. കറക്റ്റ് നല്ല ഫിഗർ എടുത്ത് വരയ്ക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അതിന്റെ ഡിഗ്രി മെഷേഴ്സ് അല്ല തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, 8.5 സെന്റിമീറ്റർ സ്കെയിലിൽ എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. 8.5 സ്കെയിലിൽ എടുത്തു. എന്നിട്ട് ഞാൻ നെയിം ചെയ്യാണ് AB എന്ന് നെയിം ചെയ്തു. എന്നിട്ട് എയിൽ നിന്ന് 6 സെന്റിമീറ്റർ ആർക്ക് എടുത്ത് കട്ട് ചെയ്തു. അതുപോലെ ബിയിൽ നിന്നും 7 സെന്റിമീറ്റർ എടുത്തു. അപ്പൊ എയിൽ നിന്ന് 6 സെന്റിമീറ്റർ, ബിയിൽ നിന്നും എന്ത് ചെയ്തു, 7.5 സെന്റിമീറ്റർ എടുത്തു. ഈ ജോയിൻ ചെയ്ത പോയിന്റിൽ ഞാൻ D എന്ന് നെയിം ചെയ്തു. ഡിയിൽ നിന്ന് 5 സെന്റിമീറ്ററും ബിയിൽ നിന്ന് 4.5 സെന്റിമീറ്ററും എടുത്ത് ആർക്ക് കട്ട് ചെയ്യാം. ബിയിൽ നിന്ന് 4.5 സെന്റിമീറ്ററും ഇതിൽ നിന്ന് 5 സെന്റിമീറ്ററും എടുത്ത് ആർക്ക് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തു. അപ്പൊ ഇത് 4.5, ഇത് 5 സെന്റിമീറ്റർ, ഈ പോയിന്റ് C. നമുക്കൊരു കോഡിലാറ്ററൽ ABCD കിട്ടി. ഓക്കെ, അപ്പൊ DE എന്ന് പറയുന്ന ബേസിന് പാരലൽ ആയിട്ട് C എന്ന് പറയുന്ന വെർട്ടെക്സിലൂടെ ഞാൻ പാരലൽ ലൈൻ വരയ്ക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ട്രയാങ്കിൾ ആണ് അങ്ങനെ നോക്കുമ്പോൾ കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് ഇതിലൂടെ വരയ്ക്കാം. അപ്പൊ ഞാൻ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് C എന്ന് പറയുന്ന വെർട്ടെക്സിലൂടെ വരച്ചു.
എ ബി എന്ന് പറയുന്ന ലൈൻ ദാ ഇവിടെ മീറ്റ് ചെയ്യിച്ചു. ഈ പോയിന്റിന് ഞാൻ ഇ എന്ന് നെയിം ചെയ്തു. ഓക്കെ, അപ്പൊ ഡി ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് എനിക്ക് ഡി ബി ഇ എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടിയത് അല്ലെ. ഈ രണ്ട് ട്രയാങ്കിളിന്റെ കോമൺ പോർഷൻ ആണ് ഈ കാണുന്നത് കണ്ടോ. അപ്പൊ ഈ പോർഷനോ, ഇത് രണ്ടും ഈക്വൽ ഏരിയ ആയിട്ടുള്ള ഡിഫറെന്റ് ഷേപ്പ് ആണ്. കാരണം എന്താ, രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഈ ഭാഗം ഞാൻ എന്ത് ചെയ്തു, ഈ ട്രയാങ്കിളിന്റെ ഈ പീസ് ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഈ കോഡിലാറ്ററലിന്റെ ഈ ഡി ക്യു സി എന്ന് പറയുന്ന ഭാഗത്തിന് പകരം ഈ ഭാഗം എടുക്കും. കാരണം ഈ രണ്ട് ഭാഗത്തിന്റെ ഏരിയയും ഈക്വൽ ആണ്. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എ ഇ ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആണ് കോഡിലാറ്ററൽ എ ബി സി ഡി എന്ന് പറയുന്ന കോഡിലാറ്ററലിന്റെ ഏരിയ. ഇനി ഇതിന്റെ ലെങ്ത് കാണാം. എയിൽ നിന്ന് ഇയിലേക്ക് സ്കെയിൽ ഉപയോഗിച്ച് ലെങ്ത് മെഷർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഹൈറ്റ് എടുക്കുക, എന്നിട്ട് ഹാഫ് ബി എച്ച് ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ബേസും ഹൈറ്റും കിട്ടിയ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കോഡിലാറ്ററലിന്റെ ഏരിയക്ക് ഈക്വൽ ആണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, draw a rhombus of side 6 centimeters and one angle 60 degree, then draw a right triangle of the same area. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒരു റോംബസ് കൺസ്ട്രക്ട് ചെയ്യാം. ആ റോംബസിന് ഈക്വൽ ഏരിയ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. റോംബസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ കോഡിലാറ്ററൽ ആണെന്ന് അല്ലെ. 4 സൈഡഡ് ആയിട്ട് വരുന്ന എല്ലാ ഫിഗേഴ്സിനെയും നമ്മൾ എന്താ പേര് പറയാ, കോഡിലാറ്ററൽ എന്നാ പറയാ. അപ്പൊ നമുക്ക് റോംബസ് കൺസ്ട്രക്ട് ചെയ്യണം. ആ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കണം, സൈഡ് 6 സെന്റിമീറ്റർ ആയിരിക്കണം. ഈ മെഷേഴ്സ് ഉള്ള റോംബസ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്താ, ഇത് 6 സെന്റിമീറ്റർ, ഞാൻ എന്താ ഇവിടെ നിന്ന് 60 ഡിഗ്രി നമ്മൾ എടുത്തു, 60 ഡിഗ്രി എടുത്തു. ഇനി എന്ത് ചെയ്യണം, ഇതേ ലെങ്ത് ഉള്ള റോംബസ്. അപ്പൊ ഞാൻ ഏകദേശം ലെങ്ത് മാർക്ക് ചെയ്തു, റോംബസ് വരച്ചു. അപ്പൊ ഇത് എ ബി സി ഡി. അപ്പൊ ഈ റോംബസിന്റെ പ്രത്യേകത എന്താ, റോംബസിന് 4 സൈഡും ഈക്വൽ ആണ്. അതുപോലെ ഇതിന്റെ ഡയഗണൽ ബൈസെക്ട് അറ്റ് 90 ഡിഗ്രി, സമഭാഗം ചെയ്യും ഈക്വൽ ആയിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്നതും ഇവിടെ കാണുന്നതും ഈക്വൽ ആണ്. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ഇത് 60 ഡിഗ്രിയാണ്. അപ്പൊ റോംബസിന്റെ ഇത് രണ്ട് പാരലൽ ആണ്. അപ്പൊ ഇവിടെ 120 വരും. 120 വന്നാൽ ഇവിടെ വരുന്നത് 60 ആണ്, ഇതും 60 ആണ്. അപ്പൊ ഇതും 60 ആണ്, ഇത് 60 ആണ്. അപ്പൊ ഈ റോംബസിന്റെ പ്രത്യേകത എന്താ, 60 ഡിഗ്രി മെഷർ ആയതിനാൽ ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ, ദാറ്റ് മീൻസ് കോൺഗ്രുവന്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ്. എല്ലാ ആംഗിൾസും എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ റോംബസിന് ഈക്വൽ ഏരിയ ആയിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ബി ഡി ഡയഗണൽ ഓൾറെഡി വരച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ ബി ഡി ബേസ് ആയിട്ട് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ സി എന്ന് പറയുന്ന തേർഡ് വെർട്ടെക്സിലൂടെ ഞാനൊരു പാരലൽ ലൈൻ വരയ്ക്കും. ഇനി എന്ത് ചെയ്തു, എ ബി ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു, ഇവിടെ ഇയിൽ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഡി ബി സിക്ക് ഈക്വൽ ഏരിയ ആണ് ഞാൻ ഈ ട്രയാങ്കിൾ വരയ്ക്കുന്നത്. അതായത് ഡി ബി ഇ എന്ന് പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിളും നമുക്ക് പഠിച്ചു ഈക്വൽ ഏരിയ ആണ്. അപ്പൊ ഈ പീസ് എന്ന് പറഞ്ഞാൽ രണ്ട് ട്രയാങ്കിളിന്റെയും കോമൺ ആയിട്ടുള്ള ഏരിയ ഉള്ള ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഈ ഭാഗങ്ങളും എന്തായിരിക്കും, കോമൺ ഏരിയ ആണ്. അപ്പൊ ഞാൻ ഇതിനെ എന്ത് ചെയ്തു, റോംബസിന്റെ ഈ ഭാഗം അവിടെ നിന്ന് എടുത്ത് മാറ്റി ഈ ഭാഗം ഇതിന്റെ കൂടെ ജോയിൻ ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് ട്രയാങ്കിൾ കിട്ടി, എ ഇ ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടി. റോംബസ് എ ബി സി ഡിയുടെ ഏരിയക്ക് ഈക്വൽ ആയിട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ ഡി നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ, അതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. കാരണം നമ്മളോട് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊട്രാക്റ്റർ എടുത്തിട്ട് നമുക്ക് മെഷർ ചെയ്താൽ നമുക്ക് ഇത് 30 ഡിഗ്രി കിട്ടും. അപ്പൊ നമുക്ക് എളുപ്പം കഴിയും. ഇനി അതല്ല, ശരിക്കും തിയററ്റിക്കലി നമുക്ക് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇതിന് പാരലൽ ആണ് ഇത്, അതുപോലെ ഇതിന് പാരലൽ ആണ് ഇത് എങ്കിൽ ഈ കാണുന്നതും ഒരു പാരലോഗ്രാം ആണ് അല്ലെ. ഇതും കണ്ട, ഇതും ഒരു പാരലോഗ്രാം ആണ്. പാരലോഗ്രാം മാത്രമല്ല, ഇതും ഒരു റോംബസ് ആണ്. അപ്പൊ റോംബസിന്റെ ഈ ഇത് ഡയഗണൽ ആണ്, ഈ ഡയഗണൽ ബൈസെക്ട് ചെയ്യാണ്.
അപ്പോൾ ബൈസെക്ട് ചെയ്യുമ്പോൾ ഇത് 30 ഡിഗ്രി ആയിരിക്കും, ഇത് 30 ഡിഗ്രി ആയിരിക്കും. അപ്പം എനിക്ക് 30യും 60യും കൂടി ആഡ് ചെയ്താൽ ഇവിടെ വരുന്നത് എന്താണ്? 90 ഡിഗ്രി ആണ്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറയാണ്. ഇവിടെ ഈ കാണുന്നത് ഡയഗണലാണ്. ABCD എന്ന് പറയുന്ന റോംബസിന്റെ ഡയഗണലാണ്. ഈ ഡയഗണലും ഈ സൈഡും ഈക്വൽ ആണ്. അതേപോലെ തന്നെ ഈ സൈഡും ഈക്വൽ ആണ്. നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞു വെച്ചിരുന്നു, ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ ഇതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലേ? അപ്പൊ ഇനി ഇതിന്റെ പാരലൽ ആയിട്ടാണ് ഞാൻ ഇവിടെ ഇത് വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പാരലൽ ആണ് ഇത്. അപ്പൊ ആ പാരലൽ ലൈനാണ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതും ഇതും പാരലൽ ആണ്. അപ്പൊ ഇത് രണ്ടും പാരലൽ ആണ്, ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഇത് എന്താണ്? ഒരു പാരലോഗ്രാം ആണ്. ശരിയല്ലേ? അപ്പൊ ആ പാരലോഗ്രാമിൽ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ഇത് 120 ഡിഗ്രി ആണ്. അപ്പൊ ഇത് 120 ഡിഗ്രിയാണ്. ഇവിടെ ഓൾറെഡി 60 ഡിഗ്രി തന്നു, ഇവിടെയും 60 ഡിഗ്രിയാണ്. അപ്പൊ അതിനെ ഞാൻ ബൈസെക്ട് ചെയ്തു. ഇൻ പാരലോഗ്രാം ഡയഗണൽ ബൈസെക്ട് ചെയ്യാണ്. ബൈസെക്ട് ചെയ്താൽ ഈ 60 ഡിഗ്രി ബൈസെക്ട് ചെയ്താൽ ഇത് 30 ഡിഗ്രിയാണ്. അപ്പൊ 30 + 60 എന്ന് പറയുന്നത് 90 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇവിടെ 90 ഡിഗ്രി ഉള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് AED. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു.